എന്റെ വീട്ടിലും കുറെ അല്ല സുമി, അങ്ങനെ ഈ പ്രകോപിപ്പിക്കാൻ വരുന്നവരുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചൊറിയന്മാര് നാട്ടിൽ ഇപ്പൊ ചൊറിയന്മാരുടെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട്. ചൊറിയന്മാരും ചൊറിച്ചുകളും ഉണ്ട്. ചൊറിച്ചുകളും ഉണ്ടല്ലേ? പിന്നെ അത് രണ്ടും ഉണ്ട്. ഇവര് സാധാരണ നിനക്കൊന്നും വരെ പണിയില്ലെന്നൊക്കെ ചോദിക്കുമെന്ന്. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്. കൂടുതലും കമന്റ്സ് രീതിയിലാണ് വരുന്നത്. അതിനപ്പുറം വരുന്ന കമന്റ്സുകളുണ്ട്. ഇങ്ങനെ ചുമ്മാ ചിരിച്ചങ്ങ് കളയുന്നതേ ഉള്ളൂ. ഈ ചില ചൊറിച്ചികള് അല്ലേ, അങ്ങനെ ഇൻവെർട്ടർ കോമയില് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, അതിന്റെ പേറ്റന്റ് നമുക്കാ സുമിക്ക മൊത്തം ഓണർഷിപ്പും തന്നിരിക്കും, ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാര് ഈ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങള്, അവരൊന്നും ഈ മിമിക്രി കലയിലേക്ക് വരണ്ടെന്ന് അഭിപ്രായമുള്ളവരാണോ? അവർക്ക് എന്തോ പല തോന്നലുകളും ഉണ്ടാവും. നമ്മളോട് പറയുന്നത് നമ്മൾ നിർത്തിപ്പോകാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ നിർത്തത്തില്ല. ഇതാണ് ഇപ്പൊ ഉപജീവന മാർഗം. ഇനിയും ഇത് തുടർന്നു ആരെതിർത്താലും നിർത്തത്തില്ല. അവസാനം കണ്ടു കിടക്കും. അതെ അതെ, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് കയറി വന്നതാ സാറേ. അപ്പൊ ഒരാള് പറയുന്നത് കഷ്ടപ്പെട്ടു. എന്തൊക്കെയായിരുന്നു നേരത്തെ, എന്തായിരുന്നു പരിപാടി? നേരത്തെ ഞാൻ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഒരു വീട്ടമ്മയായിരുന്നു. എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറി ടൈമിലാണ് ഒരു ഓഡിഷൻ കണ്ടിട്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ. അച്ഛൻ മരിച്ചു പോയതാ സാറേ. ഡിഗ്രി സോറി ഞാൻ അത് സാറിന്റെ ഹാസ്യം എനിക്ക് മനസ്സിലായില്ല. പറയണ്ടേ, വീട്ടമ്മ എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടച്ഛൻ എന്നല്ലേ പറയൂ. വർക്ക്ഷോപ്പിലാണ്